ദൈവമേ നിങ്ങളുടെ കുറവുകളെ വീഴ്ചപ്പാടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളിലേക്ക് കടന്നു വന്ന് കർത്താവെ നിങ്ങളോട് ഉപദേശിച്ചത് മാനസാന്തരപ്പെടുകയും സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെടുമെന്ന് ഞങ്ങൾ ഉപദേശിച്ചത് ഞങ്ങളെ യഥാർത്ഥമായി മാനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കർത്താവിനെ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് വീഴ്ചപ്പാടുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന് തന്നെ പങ്കെടുത്തത് ഞങ്ങൾ നിശ്ചിതമായതുകൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിശ്ചിതനാകുക, നിങ്ങൾ നിശ്ചിതരായിരിക്കെ. ഞങ്ങളെ തന്നെ നിശ്ചയിക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല. പരിശുദ്ധാത്മാവേ എനിക്ക് കഴിയും കർത്താവേ, അന്ന് ഞങ്ങളെ നിശ്ചയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കുറവുകളെല്ലാം മാറ്റി കർത്താവെ പുതിയ ശക്തിയെ പുതിയ കൃപയിൽ നൽകി ദൈവമേ ഞങ്ങൾ സ്ഥിതിയോട് മുന്നേറാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ തന്നെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും എത്തിക്കാതെ ചിന്ത ചെയ്തു പോകുന്ന കുറവുള്ളവരാണ്. ദൈവമേ ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റി നന്മ മാത്രം ചെയ്യുവാൻ കൊള്ളണം. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഇനിയും കഴിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് ഡിഗ്രികളെല്ലാം പഠിക്കുന്നവരോട് ചെയ്യുന്നവർക്ക് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ പരീക്ഷകളെയും ഭംഗിയായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവർക്ക് കർത്താവെ പഠിച്ചത് ഓർമ്മ വരുവാൻ നല്ല ഓർമ്മശക്തിയും എഴുതാൻ കഴിവും ജ്ഞാനമെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ഷീണങ്ങൾ, ബലഹീനതെല്ലാം ഉണ്ട് കർത്താവേ. എങ്കിലും അങ്ങ് ഓരോ ദിവസവും അതിശയകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൂടിൻ്റെ കാഠിന്യമായിരിക്കുന്ന കർത്താവേ, ദൈവമേ അതിരുമായ സാംക്രമിക രോഗങ്ങളോ മറ്റൊന്നും പകർന്നു പിടിക്കാതെ വണ്ണം ദൈവമേ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആളുകൾക്കും കർത്താവേ വേണ്ടത്ര ഗ്യാസ് ലഭിക്കുന്നില്ല. അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാത്തിനും നീക്കുപോക്കുകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചനം ഞങ്ങൾ കേൾപ്പിക്കുന്ന നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടി ഞങ്ങൾ സത്യവചനം കേട്ട് മനസ്സിലാക്കി യേശുവപ്പ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച അതേ വചനങ്ങളെ ഞങ്ങൾക്ക് ദൈവമേ അങ്ങ് ഉപദേശിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കർത്താവെ നടക്കുവാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെയും അനുഗ്രഹിക്കണമേ. കടന്നു വന്നതിലും ശാരീരികമായ ബലഹീനമായിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരെയും അങ്ങ് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ദൈവമേ അങ്ങ് നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വന്നത് നന്നായി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ വഹിക്കണം, കൂടെ ഇരിക്കണം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരു ഇഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് വന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് 513 ഗീതം ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ എന്നാരംഭിക്കുന്ന 513 ഗീതം കൊയറിൻ്റെ കൂടെ നമുക്ക് പാടാം. ആ സമയത്ത് കാണിക്ക സ്വീകരിക്കും. കാണിക്ക എടുത്ത് തീരുന്ന സമയം പാട്ട് അവസാനിപ്പിക്കേണ്ടതാണ്.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അർപ്പിക്കപ്പെട്ട കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടുന്നവരെയും ഒരുപോലെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ച അങ്ങ് സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇത് വേർതിരിപ്പാൻ ദൈവം സഹായിക്കണമേ. ഇത് അർപ്പിച്ചതിലൂടെ ഞങ്ങൾ പൂർണ്ണമായും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കും. മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച നോമ്പ് ആരാധനയുടെ 21-ാം ദിവസം നമുക്കൊരുമിച്ച് ആലയത്തിലായിരിക്കാൻ ദൈവം കൃപ നൽകിയതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആലയത്തിലെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇന്ന് പാഠമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ ചില വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പ്രധാനമായും യോഹന്നാൻ സുവിശേഷം ആദ്യ 12 അധ്യായങ്ങൾ അടയാളങ്ങളാൽ, യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സമൃദ്ധമാണ്. അപ്പോൾ അതാണ് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗത്തിൽ 13-ാം അധ്യായം മുതൽ തീർത്തുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ ഗ്രന്ഥമാണെന്നാണ് ഈ വേദവചന വിചക്ഷണന്മാർ ചിത്രീകരിച്ചിരിക്കുന്നത്. ദ ബുക്ക് ഓഫ് ഗ്ലോറി. പീഠാനുഭവ സഹന മരണങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ വിശദീകരണം. മഹത്വം എന്താണെന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം മുതൽ യോഹന്നാൻ്റെ അവസാനത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ദൈവമഹത്വം എങ്ങനെ വെളിപ്പെട്ടു എന്ന് യേശുവിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മിലൂടെ എങ്ങനെ മഹത്വപ്പെടണമെന്ന് അതിലൂടെ യേശു ക്രിസ്തു വരച്ച് കാട്ടുകയാണ്. ആ 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൻ്റെ സാഹചര്യം, പശ്ചാത്തലം എന്ന് പറയുന്നത് യൂദ പുറത്ത് പോയി കഴിഞ്ഞു. ശേഷിക്കുന്ന യേശുവിൻ്റെ 11 ശിഷ്യന്മാർ, അവരോട് യേശു പറയുകയാണ്. അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ, 31-32 വാക്യത്തിൽ, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും യേശുവിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം യേശുവിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം യേശുവിനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. മഹത്വത്തെക്കുറിച്ചാണ് ആ രണ്ടാം ഭാഗത്തിൻ്റെ തുടക്കം. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേരെ നമുക്കറിയാം. എന്നാൽ അതിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രിയ ശിഷ്യൻ അല്ലെങ്കിൽ ആത്മസ്നേഹിതൻ തന്നെ ആയിരുന്നു ഇസ്കാരിയോത്താവ് യൂദ. അതിന് 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. 26-ാം വാക്യം, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കോരിയോത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്നു ഈ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയും. പശ്ചാത്തലം നാം മനസ്സിലാക്കിയല്ലോ. ആത്മസ്നേഹിതൻ തന്നെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നു, ഒറ്റിക്കൊടുത്തതിൻ്റെ പ്രതിഫലം വാങ്ങാൻ പോകുന്നു എന്ന് യേശു തിരിച്ചറിയുന്നു. അവനോട് പറയുകയാണ്, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് യേശു ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരവും രക്തവും പകുത്ത് മുറിച്ച് അവന് കൊടുത്ത് യാത്രയാക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ
വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം കൂടെ അവിടെ കാണുവാൻ കഴിയും. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ആണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയതാണ് യൂദയ്ക്ക്. യേശു സ്നേഹിച്ച ശിഷ്യനാണ്. എന്നിട്ടും യേശു തൻ്റെ ശരീരരക്തങ്ങൾ അവന് നുറുക്കി പകുത്ത് കൊടുത്ത് അവനെ യാത്രയാക്കുകയാണ്. എന്നിട്ടാണ് ഈ സംഭവം കഴിഞ്ഞാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടു. അപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദയെ അറിഞ്ഞിട്ടും അവൻ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ പകുത്ത് കൊടുത്തപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടു. അത് ആ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ 31-ാമത്തെ വാക്യത്തിൽ വ്യക്തമാണ്. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. തൊട്ട് മുമ്പുള്ള ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത്. ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഒറ്റിക്കൊടുക്കപ്പെട്ട സംഭവവും യേശുവിൻ്റെ മഹത്വീകരണവും തമ്മിലുള്ള ബന്ധം ഇതാണ്. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുമ്പോഴും പ്രതിഫലം വാങ്ങുമ്പോഴും യേശു യൂദയെ സ്നേഹിക്കുന്നു. ബൈബിളിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ മഹത്വം. എന്താണ് പ്രിയപ്പെട്ടവരെ മഹത്വം? വിശുദ്ധനായ ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തമാണ് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തം. ഇത് സുവിശേഷങ്ങളും ലേഖകന്മാരും ഒരുപോലെ ഉൾക്കാഴ്ച തരുന്ന ഒരു വിഷയമാണ് ഈ മഹത്വം. വളരെ ശ്രദ്ധിച്ച് ഇരുന്നാൽ ഇതിൻ്റെ ആത്മീയമായിട്ടുള്ള ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ദൈവമഹത്വവും മനുഷ്യന് ദൈവം നൽകുന്ന മഹത്വവും നമുക്കിവിടെ കാണുവാൻ കഴിയും. നമ്മിലുള്ള ദൈവത്തിൻ്റെ മഹത്വീകരണം, ദൈവം എന്താണോ, ദൈവം എന്ത് ആയിരിക്കണം എന്നോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടുമ്പോൾ നമ്മിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം, ഈ ലോകത്തിൽ പരശുശ്രൂഷയിൽ യേശു വരച്ചു കാട്ടിയ യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടും. അതാണ് യേശുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് മഹത്വീകരണം. ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്തം. ദൈവത്തെ പോലെ ആയിത്തീരുന്നതാണ് നമ്മുടെ ഈ മഹത്വീകരണം. യേശുവിനെ പോലെ ആയിത്തീരുക, യേശുവിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുക. ഇവിടെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു ഈ ഭാഗത്തിൽ യേശുക്രിസ്തു. ഇവിടെ നടന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്ന് നമുക്ക് അല്പം ആഴമായി ചിന്തിക്കാം. യേശു പറയുകയാണ്, എന്നെ നിങ്ങൾ ഒറ്റിക്കൊടുത്താലും, എന്നെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ ജീവന് നിങ്ങൾ പ്രതിഫലം വാങ്ങിയാലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇല്ലാതാവുകയില്ല. എന്നെ നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കും. നിങ്ങളെന്നെ വെറുത്താലും പീഡിപ്പിച്ചാലും കുരിശിൽ തറച്ചാലും തുപ്പിയാലും നിന്ദിച്ചാലും കൊന്നാലും അപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. നമ്മിലും അത് വെളിപ്പെടുന്നതാണ് ദൈവിക മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെപ്പോലെ സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യത്വത്തിൽ ദൈവിക സ്വഭാവം, അതാണ് ദൈവത്തിൻ്റെ മഹത്വം. മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഇതെങ്ങനെയാണ് പ്രകടമായി തീരുന്നത്? ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും
യേശു തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യത്വത്തിൽ യേശു അത് പ്രകടമാക്കുന്നു. യേശു മഹത്വപ്പെട്ടിരിക്കുന്നു. ദ സൺ ഓഫ് മാൻ ഹാസ് ബീൻ വിക്ടോറിയസ്, സക്സസ്ഫുൾ. അങ്ങനെ യേശു മഹത്വപ്പെട്ടു. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മഹത്വപ്പെടുത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഇങ്ങനെ സാധാരണ പ്രസംഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കാറുള്ള സാധാരണ പ്രസംഗത്തിൻ്റെ ഭാഷയല്ല ഈ മഹത്വം. ഈ ലോകത്തിലെ നന്മകൾ ലഭിച്ച് ഈ ലോകത്തിൻ്റെ കണ്ണുകളിൽ മറ്റുള്ളവർ നമ്മിൽ കാണുന്നതല്ല മഹത്വം, ദൈവം ഉദ്ദേശിക്കുന്ന മഹത്വം. ലോകത്തിൻ്റെ കണ്ണിലെ മഹത്വീകരണവും ദൈവത്തിൻ്റെ കണ്ണിലെ മഹത്വീകരണവും തമ്മിൽ വളരെ അന്തരമുണ്ട്. ലൗകികമായ മഹത്വീകരണമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രകടമാക്കാൻ കഴിയുന്നതാണ് ഒരാളിൽ ദൈവം മഹത്വപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുക, ഗ്ലോറിയസ് ആകുക. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രബോധനങ്ങളിലും, ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രബോധനങ്ങളിലും ഈ ലോകത്തിൻ്റെ മഹത്വത്തിലേക്ക്, അത് അന്വേഷിക്കുന്നതിലേക്ക് മനുഷ്യൻ പ്രസംഗത്താൽ വശീകരിച്ച് കളയുന്നു. യഥാർത്ഥ മഹത്വം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അത് ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ കഴിയുകയില്ല. അതാണ് ഈ നോമ്പ് ദിവസങ്ങളിൽ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിച്ച് ആദ്യമേ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 7-ാം വാക്യത്തിൽ, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടതാണെങ്കിലും വളരെ അർത്ഥവത്തായതുകൊണ്ട് ഞാൻ വായിക്കാം ഒന്നുകൂടെ. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ രക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ. എന്ത് ആഴമേറിയ യേശുക്രിസ്തു മഹത്വം സ്വീകരിച്ച ആത്മീകമായ മഹത്വത്തെ ഇവിടെ യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളണം. ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കായിട്ടാണ് ഇന്ന് സഭാവ്യത്യാസമില്ലാതെ നെട്ടോട്ടം ഓടുന്നത്. ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലെ നന്മ പ്രാപിക്കാൻ ഓടി നടക്കുകയാണ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ പാദത്തിലിരിക്കാൻ ഇന്ന് സമയമില്ല. നിന്നെ വിജയിപ്പിക്കും, നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും, ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തും. ദൈവം എല്ലാ ഇല്ലായ്മകളെയും മാറ്റി സമൃദ്ധിയിലേക്ക് നയിക്കും. വേണ്ടതെല്ലാം തരും, ഇഷ്ടം പോലെ തരും. ഈ പറയുന്ന ചാതുര്യമായ അനുഗ്രഹമായ പ്രബോധനങ്ങൾക്ക് അതിൻ്റെ ഇടയിലും ഈ ലോകത്തിൻ്റെ ദേവൻ്റെ ഒരു മഹത്വത്തെ കാണുവാൻ കഴിയും. ഈ ലോകത്തിലെ ദേവൻ്റെ മഹത്വത്തെ, ഇതിനെല്ലാം കൂടെ പൗലോസ് പറയുന്നത്, ഞാൻ ചപ്പ് ചവറെന്നെണ്ണുന്നു. ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പ് ചവറെന്നെണ്ണുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിലുള്ള യഥാർത്ഥ മഹത്വം കാണുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു എന്താണ് ഇതുകൊണ്ട് വിശദീകരിക്കുവാൻ ശ്രമിച്ചത്? എന്നെ ഒറ്റിക്കൊടുക്കുവാൻ പണം വാങ്ങിയിട്ട് ഇവിടെ എത്തിയ എൻ്റെ രക്തത്തിൻ്റെ കറ കൈകളിലുള്ള യൂദയുടെ കൈകളിലേക്ക് ഞാൻ എൻ്റെ ശരീരരക്തങ്ങൾ വച്ചു കൊടുക്കുന്നു. യേശുവിനെ മുറിച്ച് പങ്കുവയ്ക്കുന്നു. എന്നെ ഒറ്റിക്കൊടുക്കുമ്പോഴും ഞാൻ അവനെ സ്നേഹിക്കേണ്ടി ഇരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ച യേശുവിൻ്റെ ആ സ്വഭാവം, അതാണ് ആ സ്വഭാവമാണ് യേശുവിൻ്റെ മഹത്വീകരണം. സമയം കൂടുതൽ കുറവ് കൊണ്ട് ഞാൻ ചുരുക്കട്ടെ.
ഇതിൻ്റെ അടുത്ത ഭാഗം തീർച്ചയായിട്ടും അതിനടുത്തുള്ള ദിവസങ്ങൾ ഞാൻ മെസ്സേജിലൂടെ പറയും. ഒരു കൊച്ചുദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ മഹത്വം എങ്ങനെയാണ് നമ്മിൽ വെളിപ്പെടുന്നത് എന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ ചിന്ത. ഇങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നത്. എങ്ങനെ ജീവിക്കുമ്പോൾ? യേശുവിൻ്റെ സ്വഭാവം നമ്മിൽ സ്വായത്തമാക്കുമ്പോൾ. 1000 പേര് ഒരുമിച്ച് ഇരുന്ന് പട്ടിണി കിടക്കുകയാണെന്ന് ചിന്തിക്കുക. 1000 പേര് പട്ടിണി കിടക്കുന്നു. അതിലൊരു വ്യക്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് ദൈവം ആഹാരം കൊടുക്കുന്നു. എന്തായിരിക്കും നമ്മുടെ ചിന്ത? അവനോട് മാത്രമേ ദൈവത്തിന് സ്നേഹമുള്ളൂ. ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അനേകം പേര് യേശുവിൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നു. യേശു അതിനെ വാങ്ങി 5000 പേർക്ക് തൃപ്തിയോടെയും 12 കൊട്ട മെച്ചമെടുക്കത്തക്ക രീതിയിൽ എല്ലാവർക്കുമായി പങ്കിട്ടു. ഇതാണ് മഹത്വം. അല്ലാതെ എനിക്കുള്ളത് ഞാൻ മാത്രം വച്ചുകൊണ്ടിരിക്കുന്നതല്ല ദൈവത്തിൻ്റെ മഹത്വം. അതാണിവിടെ യേശു കാണിക്കുന്നത്. 1000 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1000 പേര് പട്ടിണി കിടക്കുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം കിട്ടിയാൽ ആ ഭക്ഷണത്തെ മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുന്നതാണ് ദൈവ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുന്നത്. യേശു പറയുന്നു, തിന്മ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ദുഷ്ടന്മാർക്കും ന്യായം പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യർക്കും ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നു, മഴ പെയ്യിക്കുന്നു. സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ സ്നേഹം. പട്ടിണിയില്ലാതെ ദൈവം ഒരു വ്യക്തിയെ പോറ്റിയെങ്കിൽ ആ വ്യക്തിയിലൂടെ മറ്റുള്ള എല്ലാവരെയും പോറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ സ്വഭാവം യേശുവിലൂടെ വെളിപ്പെടുന്നു. മനുഷ്യരോട് മനസ്സലിഞ്ഞ യേശു, ആ ദൈവം മറ്റുള്ളവരുടെ കണ്ണിൽ, ഈ ലോകത്തിൻ്റെ കണ്ണിൽ നമുക്ക് നന്മ ലഭിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് മഹത്വപ്പെടുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ നന്മ ചെയ്യുവാൻ തക്കവണ്ണം 99 പേരും പ്രാർത്ഥിക്കാത്തവരാണ്, എനിക്ക് മാത്രം ദൈവം നന്മ നൽകി എന്നുള്ള ചിന്തയല്ല ദൈവത്തിൻ്റെ മഹത്വീകരണം. നമ്മിലൂടെ ദൈവം മഹത്വപ്പെടുമ്പോൾ പരിമിതമായ ഒരു ദൈവത്തെയല്ല, സ്നേഹിക്കുന്നവനെ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തെയല്ല, സകലരെയും സ്നേഹിക്കുന്ന. നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 സ്വഭാവക്കാരാണ്. പക്ഷേ 5 പേരും ഒരുപോലെ പരസ്പരം സ്നേഹിച്ചാലേ ആ കുടുംബം നിലനിൽക്കുകയുള്ളൂ. അതാണ് ദൈവം നമുക്ക് നൽകുന്ന മഹത്വീകരണം. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം മറ്റൊരു ദിവസം നിങ്ങളോട് പറയാം. ഇന്ന് നാം ചിന്തിക്കുക, ഈ ലോകത്തിലെ ചിന്തയല്ല, ഈ ലോകത്തിലെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതല്ല ദൈവം നമ്മിലൂടെ മഹത്വപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് പറയുന്നു, ഈ ലോകത്തിലെ സകലതും ഞാൻ ചപ്പും ചവറും എന്നെണ്ണുന്നു. യേശുവിൻ്റെ ക്രൂശിൽ മാത്രമേ എനിക്ക് പ്രശംസിക്കുവാൻ വകയുള്ളൂ. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നത്. ഒന്നുകൂടെ ആ വാക്യം വായിച്ചിട്ട് ഞാൻ ധ്യാനം അവസാനിക്കാം. എനിക്കിഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്നവരെ സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിൻ്റെ മാംസരക്തങ്ങൾക്കായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതും. ഇതല്ലയോ ശരിയായിട്ടുള്ള ഉപവാസം? കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളിലൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, കർത്താവ് സ്നേഹിച്ചതുപോലെ, യൂദയെ സ്നേഹിച്ചതുപോലെ യേശു ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും യേശുവിൻ്റെ രക്തവും മാംസവും ഹൃദയം കൊണ്ട് നുറുക്കി കൊടുത്തതുപോലെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ഞങ്ങൾക്കുള്ളത് ഷെയർ ചെയ്യുവാൻ ദൈവമേ മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലും ബലഹീനത അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, അനേകമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന അനേകം പേരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ ജാഗരിക്കുവാനും പ്രയത്നിക്കുവാനും കരുതുവാനും ദൈവമേ ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തി അനുഗ്രഹിക്കണമോ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ദൈവം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. മടക്ക യാത്രയിൽ കൂടെ ഇരിക്കണമേ.
രാവിലെ അങ്ങയുടെ മുഖം കണ്ടുണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കും. തുടർന്ന് നടക്കുന്ന പ്രാക്ടീസിനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യമായ ജീവിതത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നന്ദി കൊണ്ട്